ഭൂമിയിലുള്ള സകല ജീവികൾക്കും ഭക്ഷണം വേണം. എല്ലാ ജീവികളും അവയ്ക്ക് വിധിപ്രകാരമുള്ള ഭക്ഷണം കഴിക്കുന്നു. പശു ആട്ടിറച്ചി തിന്നില്ല, ആട് പശു ഇറച്ചിയും തിന്നില്ല. ആട് പ്ലാവിലയും കുറ്റിച്ചെടികളുമൊക്കെയായി നടക്കുമ്പോൾ പശു പ്ലാവില തിന്നത്തില്ല, പുല്ലാണ് തിന്നുക. ഓരോ ജീവിക്കും അവയുടേതായ ഭക്ഷണത്തിൻ്റെ വിധികളുണ്ട്, അത് തെറ്റിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അങ്ങനെ രോഗങ്ങളും വരാറില്ല. എന്നാൽ ഈയിടെയായി പശുവിന് പശുത്തീറ്റ, ആടിന് ആടുതീറ്റ, നായ്ക്ക് നായ്ത്തീറ്റ, പൂച്ചയ്ക്ക് പൂച്ചത്തീറ്റ, മീനിന് മീൻ തീറ്റ, മനുഷ്യന് മനുഷ്യത്തീറ്റ, വിധിപ്രകാരമുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാറി കൃത്രിമത്വങ്ങൾ നിറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ വരവായി. ബിസ്ക്കറ്റും ചോക്ലേറ്റും മിഠായിയും ഒക്കെയായി തുടങ്ങി ഇന്നിപ്പോൾ ആഹാരത്തിൻ്റെ മേഖല വമ്പിച്ച കച്ചവടത്തിൻ്റെ മേഖലയായിരിക്കുകയാണ്. പ്രകൃതി ഭക്ഷണം ആരും കഴിക്കരുത്, ആരും പഴങ്ങൾ കഴിക്കരുത്, മാങ്ങയും ചക്കയും ഒന്നും നേരെ കഴിക്കരുത്, അത് മോശമാണ്. അതിൻ്റെ പുറത്ത് കമ്പനിക്കാരൻ എന്തെങ്കിലുമൊക്കെ പുരട്ടി പ്രിസർവേറ്റീവുകൾ ചേർത്ത്, കുറെ നിറം കൂടി ചേർത്ത്, കുറെ മധുരം പഞ്ചസാര പുരട്ടി, അങ്ങനെയൊക്കെ കൃത്രിമത്വങ്ങൾ ചെയ്ത് 30 ഇരട്ടി വില കൂട്ടി തരുമ്പോൾ അത് മേടിച്ച് കഴിക്കുന്നതാണ് നല്ലത്, അതാണ് യോഗ്യത, അതാണ് നല്ലതെന്നൊക്കെയുള്ളൊരു ചിന്ത ഇന്ന് പരസ്യങ്ങൾ രൂപപ്പെടുത്തിയ സാമൂഹ്യ അന്തരീക്ഷങ്ങളിലൂടെ, ആഡംബര അന്തരീക്ഷങ്ങളിലൂടെ നമ്മുടെ എല്ലാം ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ തലമുറയാണെങ്കിൽ ജനിക്കുമ്പോഴേ കാണുന്നത് ഇതൊക്കെയാണ്, അതാണ് ശരിയെന്നവർ കരുതുകയും ചെയ്യുന്നു. ഇന്ന് ഭക്ഷണത്തെക്കുറിച്ച് അല്പം വിശദമായി സംസാരിക്കാമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ശ്വസനത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിരുന്നു. അതിന് വളരെ നല്ല പ്രതികരണങ്ങളാണ് ഉണ്ടായത്, വളരെ സന്തോഷമുണ്ട്. വളരെ സുഹൃത്തുക്കൾ വിളിച്ചു, വളരെ നന്നായിരുന്നു, കണ്ണു തുറപ്പിക്കാൻ സാധിച്ചു, 1 മിനിറ്റിൽ 10 കിലോ വായു ശ്വസിക്കുന്നു എന്നൊക്കെ അറിഞ്ഞ് ഞെട്ടിപ്പോയി. വളരെ വലിയ പ്രതികരണങ്ങളുണ്ടായി. വഴിവക്കിലെ സൈക്കിൾ യജ്ഞക്കാരൻ പറയാറുണ്ടല്ലോ, സംഭാവനകൾ ഉദാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ അഭിനന്ദനങ്ങൾ കൂടുതലായി വരുമ്പോൾ, അഭിപ്രായങ്ങൾ കൂടുതലായി വരുമ്പോൾ, അഭിപ്രായങ്ങളിൽ നല്ലതിനോടൊപ്പം തന്നെ എതിർപ്പുകൾ, ശരിയായ എതിർപ്പുകൾ വരുമ്പോഴും നമ്മുടെ പരിപാടിയും ഗംഭീരമാകും. അതുകൊണ്ട് ഇന്ന് ഭക്ഷണത്തെക്കുറിച്ചൊന്ന് പറയാം. ഭക്ഷണം നമുക്ക് വളരാൻ ആവശ്യമാണ്, നമുക്ക് ജോലി ചെയ്യാൻ ഭക്ഷണം ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ കേടുകൾ തീർക്കാനും ഭക്ഷണം വേണം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരാൻ, ജോലികൾ ചെയ്യാൻ, കേടുകൾ തീർക്കാൻ ഭക്ഷണം വേണം. കേടുകൾ തീർക്കുന്നത് മരുന്നല്ല, ഭക്ഷണമാണ് എന്നുള്ളത് അടിവരയിട്ട് അവിടെ വെച്ചോളൂ. ഭക്ഷണത്തിൽ നാം അതിൻ്റെ വേർതിരിവുകൾ നോക്കുകയാണെങ്കിൽ ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകളുണ്ട്, ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ഇഷ്ടികകൾ നൽകുന്ന പ്രോട്ടീനുകൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളുണ്ട്, കൊഴുപ്പ് ഫാറ്റുണ്ട്, വൈറ്റമിനുകളും മിനറലുകളും ഒക്കെ ഉണ്ട്, ഫൈബറുണ്ട്. ഇതെല്ലാം ചേരുംപടി ചേർന്നിരിക്കുന്ന, ചിലതിൽ കൂടുതലുണ്ടാകും, ചിലതിൽ കുറഞ്ഞിരിക്കും. പഴങ്ങളിൽ കൊഴുപ്പ് കുറവാണ്, പ്രോട്ടീനും കുറവാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ടാകും. അവക്കാഡോ പോലുള്ള പഴങ്ങളാണെങ്കിൽ ഫാറ്റ് കൂടുതലുണ്ടാകും, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ കൂടുതലുണ്ടാകും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, അതനുസരിച്ച് ഓരോന്നിനും ഓരോരോ തരത്തിലുള്ള രുചിയുണ്ട്. ഭക്ഷണത്തിന് രുചിയുണ്ട്, ആകൃതി, ഓരോന്നിനും ഓരോരോ ആകൃതിയാണ്. ആപ്പിളിൻ്റെ ആകൃതിയല്ല മാമ്പഴത്തിന്, മാമ്പഴത്തിൻ്റെ ആകൃതിയും രൂപവുമല്ല ചക്കപ്പഴത്തിന്, ഇത് മൂന്നിൻ്റെയും ആകൃതിയല്ല പൈനാപ്പിളിന്. കാരയ്ക്ക, പേരയ്ക്ക, ചാമ്പയ്ക്ക ആകൃതിയുണ്ട്, ഓരോരോ തരത്തിലുള്ള നിറങ്ങളുണ്ട്, കൊതിപ്പിക്കുന്ന നിറങ്ങൾ. മറ്റൊരു നിറത്തിനും കൃത്രിമ നിറങ്ങൾ തോറ്റുപോകുന്ന തരത്തിലുള്ള നിറങ്ങൾ. ചിലതിന് മധുരമാണ്, ചിലതിന് പുളി, ചവർപ്പ്, കയ്പ്,
ഉപ്പുരസം, പിന്നെ ഉമാമി എന്ന് പറഞ്ഞൊരു രുചി കൂടിയുണ്ട്. ഓരോന്നിനും ഓരോരോ തരത്തിലുള്ള രുചികൾ. ഡൂരിയൻ എന്നൊരു ചക്കപ്പഴമുണ്ട്. തായ്ലാൻഡിലാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. തായ്ലാൻഡിലെ ട്രെയിനുകളിലും ബസ്സുകളിലും ഒന്നും ഈ ഡൂരിയൻ കയറ്റാൻ പാടില്ല, അത്രയ്ക്ക് നാറ്റമാണ്. പക്ഷെ ഇതുപോലെ മധുരമുള്ളൊരു സാധനം വേറെയില്ല. അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളിൽ ഏറ്റവും ആരോഗ്യകരമായത് പ്രകൃതി നിർമ്മിച്ചു തരുന്ന ഭക്ഷണ സാധനങ്ങൾ, സസ്യങ്ങൾ തരുന്ന ഭക്ഷണ സാധനങ്ങളാണ്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ, പ്ലാന്റ് ബേസ്ഡ് ഫാറ്റ്, പ്ലാന്റ് ബേസ്ഡ് കാർബോഹൈഡ്രേറ്റ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്, ഫൈബർ. പ്ലാന്റ് ബേസ്ഡ് അല്ലാതെ ഫൈബർ ഭക്ഷണ സാധനങ്ങളിൽ ഇല്ല എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണം സസ്യാഹാരമാണ് എന്ന് പറയുമ്പോൾ നേച്ചർ ലൈഫിന്റെ പ്രകൃതി ജീവനാലയങ്ങൾ അടക്കം സസ്യാഹാരങ്ങളെ വിവേകപൂർവ്വം ഉപയോഗിച്ചാൽ ഏത് രോഗത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായി പറയാൻ പോകുന്നത് ഇതേവരെ ഞാൻ പറയാത്തൊരു ഭാഗമാണ്. നമ്മുടെ ആമാശയത്തിൽ എത്ര ഭക്ഷണം കൊള്ളും? ആമാശയത്തിന്റെ കപ്പാസിറ്റി എത്രയാണ്? ഒരു കുഞ്ഞിക്കുട്ടിയുടെ കപ്പാസിറ്റി 30 മില്ലി ലിറ്ററാണ്, 30 ml. എന്നാൽ വളർന്നു കഴിയുമ്പോഴോ അത് 1 കിലോ ഭക്ഷണം ഉൾക്കൊള്ളാവുന്ന രീതിയിലാകും. സാധാരണ രീതിയിൽ വേണ്ടി വന്നാലോ 2 തുടങ്ങി 4 കിലോയും. ചില ശാപ്പാട്ട് രാമന്മാരെ കണ്ടിട്ടില്ലേ, 2, 3, 4 കിലോ എല്ലാം ശാപ്പിടും. തൃശ്ശൂരിൽ നമുക്കൊരു തീറ്ററപ്പായി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി, എനിക്ക് നല്ല പരിചയമായിരുന്നു. അതേപോലെ പലരും ഈ ഭൂമിയിലുണ്ട്. അവരെ ഒന്ന് മാറ്റി വയ്ക്കുക. പൊതുവെ ഇതാണ് നമ്മുടെ ആമാശയത്തിന്റെ കപ്പാസിറ്റി. നമ്മൾ എത്ര കഴിക്കും? 400 ഗ്രാം ഭക്ഷണം ഒരു നേരം കഴിക്കാം എന്നുള്ളതാണ് പൊതുവെ ഒരാരോഗ്യകരമായ ഒരു നിയമം. 400 ഗ്രാം ഒരു ഉച്ചയ്ക്കുള്ള ഭക്ഷണം 400 ഗ്രാം ആവാം. 400 ഗ്രാമിൽ കൂടുന്നത് അത് പിന്നെ ശരീരത്തിന് വേണ്ടിയിട്ടല്ല, കൊതിക്ക് വേണ്ടിയിട്ടുള്ള കഴിക്കലാണ്. ആ കൊതിക്ക് വേണ്ടിയിട്ടുള്ള കഴിക്കൽ അനാരോഗ്യത്തിലേക്ക്, കഫക്കെട്ടിലേക്ക്, മലബന്ധത്തിലേക്ക്, ഗ്യാസ് ട്രബിളിലേക്ക്, അജീർണത്തിലേക്കെല്ലാം നീക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ വ്യക്തിപരമായി ഓരോരുത്തരിലും വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് പൊതുവായ ഒരു കാര്യം, ഒരു മധ്യമ രീതിയിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്. എത്ര കഴിച്ചാലും ദഹിക്കുന്നവരും ഒരു കുഴപ്പമില്ലാത്തവരും ഒക്കെ ഉണ്ടാകും. സാധാരണ രീതിയിൽ ഒരു ദിവസം 1 കിലോ 200 ഗ്രാം ഒക്കെ നമുക്ക് കഴിക്കാം. അതിലും കൂടുതലായി കഴിക്കുന്നത് അബദ്ധമാണ്, അപകടമാണ്. ശരിയായി പറഞ്ഞാൽ ഒരു ദിവസം 800 ഗ്രാം ഭക്ഷണമാണ് നല്ലത്. ഒരു നേരത്തെ ഭക്ഷണം 400 ഗ്രാം, രാവിലെയും വൈകിട്ടും 200 ഗ്രാം വീതം. ഇതാണ് ഒരുവിധം ആരോഗ്യത്തിൻ്റെ കണക്ക്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും, ഒരുപക്ഷെ ഞാനും അടക്കം, രാവിലെ ഇരുന്ന് 1 കിലോ കഴിക്കും, ഉച്ചയ്ക്ക് 1 കിലോയിൽ കൂടുതൽ കഴിക്കും, രാത്രിയും കഴിക്കും 1 കിലോ. പിന്നെ അതിനിടയ്ക്ക് ഉണ്ടംപൊരി, പഴംപൊരി, വട, ഇഡ്ഡലി കിട്ടുന്നത് പോലെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. 6 മണിക്കൊരു മസാല ദോശ കഴിച്ച് രാത്രി പിന്നെ അത്താഴം കഴിക്കും, കിടക്കുന്നതിന് മുമ്പ് പാല് കുടിക്കും. എത്ര കിലോ ഭക്ഷണമാണ് ഒരാൾ കഴിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പൊതുവേ ഒരു അമേരിക്കക്കാരൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു കൊല്ലം 1 ടൺ ഭക്ഷണം കഴിക്കും, 1000 കിലോ വെച്ച് കഴിക്കും. ഇന്ത്യക്കാരിൽ 1 ടണ്ണിൻ്റെ 10-1 കഴിക്കുന്നവർ തുടങ്ങിയിട്ട് അതിൻ്റെയും 10 ഇരട്ടി കഴിക്കുന്നവരുണ്ടായെന്ന് വന്നേക്കാം. ഏതായാലും ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അവൻ്റെ ടണ്ണേജ് എത്രയാണ്? ഫുഡ് ടണ്ണേജ്. എത്ര കിലോ ഭക്ഷണം കഴിക്കാൻ, ദഹിപ്പിക്കാനുള്ള കഴിവ് ശരീരത്തിനുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 35 ടൺ ഭക്ഷണം കഴിക്കാനുള്ള അർഹതയാണ് അല്ലെങ്കിൽ അവകാശമാണ്
കഴിവാണ് ഒരു ശരീരത്തിനുള്ളത്. 120 കൊല്ലം കൊണ്ട് 35 ടൺ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു കൊല്ലം എത്ര ടൺ ഭക്ഷണം ആവശ്യമുണ്ട്? കണക്കുകൾ കൂട്ടിക്കോളൂ. ഈ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു കൊല്ലം നമുക്ക് കഴിക്കാവുന്നത് 292 കിലോ 292 കിലോ ഭക്ഷണമാണ്. 365 ദിവസമുള്ള ഒരു കൊല്ലത്തിൽ 292 കിലോ ഭക്ഷണമോ പാടുള്ളൂ. നമ്മൾ ഒരു കൊല്ലം 1 ടൺ ഭക്ഷണമാണ് അമേരിക്കക്കാരൻ്റെ കണക്ക്. ഏതാണ്ട് അതൊക്കെ തന്നെയാണ്, അതിനേക്കാൾ കൂടുതലാവാനാണ് സാധ്യത കേരളീയൻ്റെ കണക്ക്. വെറുതെയാണോ ദഹനപ്രയാസങ്ങൾ, ഗ്യാസ് ട്രബിൾ, മലബന്ധം, ആസ്തമ, അലർജി, ഓരോരോ രോഗങ്ങൾ, പ്രമേഹം? കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് പാൻക്രിയാസിന് ഇൻസുലിൻ പുറപ്പെടുവിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടിപ്പോകുന്നത് കൊണ്ടും പാൻക്രിയാസിനെ തകർക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ഒരു ദിവസം നമുക്ക് എത്ര കഴിക്കാം? 35 ടൺ ഭക്ഷണമാണ് 120 വയസ്സ് വരെയെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ന്യായമായും കഴിക്കാവുന്ന ഭക്ഷണം 800 ഗ്രാമാണ്. ഇതിൽ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തരമേതാണ്? അതിനൊക്കെ വലിയ പ്രത്യേകതകളുണ്ട്, വലിയ സ്വാധീനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി അടുത്തൊരു ദിവസം പറയാം. ഏതായാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ കണക്കുകളൊന്ന് മുന്നിൽ വയ്ക്കേണ്ടതുണ്ട്. 800 ഗ്രാം ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭാരതീയൻ്റെ പരമ്പരാഗത ശൈലിയുണ്ട്. രാവിലെ പണിക്കിറങ്ങും, വെയിലിന് ചൂട് കൂടുമ്പോൾ കൈയും കാലും കഴുകി ഒരു 10:30 മണി 11 മണിയാകുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഒരു 400 ഗ്രാം. 4 മണിയോടുകൂടി വെയിലാറുമ്പോൾ പണിക്കിറങ്ങി, ഒരു 6-6:30 മണിയാകുമ്പോൾ കയറി കൈയും കാലും കഴുകി ഒരു ഭക്ഷണം കൂടിയുണ്ട്. 2 നേരത്തെ ഭക്ഷണമാണ് മനുഷ്യർക്കുണ്ടായിരുന്നത്. രാവിലെ 400 അല്ല, അതിൽ കൂടുതൽ കഴിച്ചാലും അത്താഴം കുറച്ച് കഴിക്കുക എന്നുള്ളത് പരമ്പരാഗത ശീലമായിരുന്നു. 2 നേരത്തെ ഭക്ഷണം തന്നെയാണ് ഏറ്റവും നല്ലത്. സായിപ്പ് വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പിൽ ഒരെണ്ണവും പിന്നെ നട്ടുച്ചയ്ക്കുള്ള തീറ്റയുമാക്കി മാറ്റിയത്. രാവിലെയുള്ള ഭക്ഷണം ഒന്നിങ്ങ് നീക്കി ബ്രഞ്ചാക്കി, ഇരുട്ടുന്നതിന് മുമ്പ് ഒരു 6 മണിയോടെ ഭക്ഷണം രണ്ടാമത്തേത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ടണ്ണേജ് വെച്ച് നോക്കിയാൽ, ശാസ്ത്രീയമായി നോക്കിയാൽ മനുഷ്യൻ്റെ ആഹാരം ഈ രീതിയിൽ ചുരുക്കണം. 800 ഗ്രാം മതി ഒരു ദിവസം. അത് രാവിലെ അല്പം നീക്കി 10 മണി 11 മണിക്കാക്കാൻ പറ്റുന്നവരങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ രാവിലെ തന്നെ കഴിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് പഴങ്ങൾ മതി. വൈകിട്ട് വീട്ടിൽ വന്ന് 6-നും 8-നുമുള്ളിൽ അല്പം കൂടെ ഭക്ഷണം എന്നുള്ളൊരു രീതിയാക്കുകയാണെങ്കിൽ ദഹനേന്ദ്രിയത്തോട് നീതി പുലർത്താൻ സാധിക്കും. ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം ഈ ലോകത്തെ പട്ടിണി കുറയ്ക്കാൻ ഇതിനേക്കാൾ നല്ലൊരു നിർദ്ദേശം വേറെ ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആഹാരം ആരോഗ്യത്തിനനുസരിച്ചാക്കുകയാണെങ്കിൽ, ദഹനേന്ദ്രിയങ്ങളുടെ കഴിവിനനുസരിച്ചാക്കുകയാണെങ്കിൽ ഈ ലോകത്തെ പട്ടിണി മാറ്റാൻ അത് തന്നെ വലിയൊരു കാര്യം. നിങ്ങളുടെ രോഗങ്ങൾ മാറാനും രോഗങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനും ഈ ഒരു രീതിയിലെ ആഹാരക്രമത്തിന് സാധിക്കും. ആഹാരക്രമത്തിലെ വിവേകത്തിന് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായം എഴുതണം. ആഹാരം കുറച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങൾ എഴുതണം. നേച്ചർ ലൈഫ് TV-യിലൂടെ ആഹാരം കുറയ്ക്കുകയും 3-ാമത്തെ നേരം കഴിക്കുന്നെങ്കിൽ അത് പഴങ്ങൾ മാത്രമാക്കുകയും ചെയ്ത ധാരാളം പേരുടെ അനുഭവങ്ങൾ വരുന്നുണ്ട്. അതുമൊക്കെ ഒന്ന് വിശദമായിട്ട് എഴുതണം. കഴിയുന്നത്ര സുഹൃത്തുക്കളിലേക്ക് ഈ സന്ദേശം എത്തിക്കണം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നന്ദി, നമസ്കാരം.